മുംബൈ ഭീകരാക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ നിരവധി പേരാണ് ഇന്നും ആ വേദനയുമായി ജീവിക്കുന്നത്. അതിൽ ഒരാളാണ് കണ്ണൂർ അഴീക്കോട് സ്വദേശി PV മനേഷ്. താജ് ഹോട്ടലിൽ ഭീകരരെ നേരിട്ട NSG ടീമിന്റെ ഭാഗമായിരുന്നു മനേഷ്. ഗ്രനേഡ് ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റു. വലതുകാലിന്റെയും വലതു കൈയുടെയും ചലനശേഷി മനേഷിന് പൂർണ്ണമായും നഷ്ടമായി. 2009 അദ്ദേഹത്തെ രാജ്യം ശൗര്യചക്ര നൽകി ആദരിച്ചു. ടെറിട്ടോറിയൽ ആർമിയിലേക്ക് മാറ്റി നിയമിക്കപ്പെട്ട PV മനേഷ് കഴിഞ്ഞ മാസമാണ് സുബേദാർ മേജറായി വിരമിച്ചത്. നമുക്കൊപ്പം PV മനേഷ് തത്സമയം ചേരുകയാണ്. ഗുഡ് ഈവനിംഗ് വിത്ത് സുജയ പാർവതിയിൽ. ശ്രീ PV മനേഷ്, ആദ്യം തന്നെ താങ്കളെ അഭിനന്ദിക്കുന്നതിനൊപ്പം അങ്ങേക്ക് മുന്നിൽ സല്യൂട്ട് ചെയ്യുകയാണ് വേണ്ടത്. കാരണം രാജ്യത്തെ ഒരു ഭീകരാക്രമണത്തിന്റെ മുന്നിൽ നിന്ന് ചെറുത്തു തോൽപ്പിക്കുന്നതിനായിട്ടുള്ള ശ്രമം നടത്തിയവരിൽ ഇന്ന് അവശേഷിക്കുന്ന പ്രധാനപ്പെട്ട ആളുകളിൽ ഒരാളാണ് താങ്കൾ. തഹാവൂർ റാണ ഇന്ത്യയിലേക്ക് ഒരുപാട് കാലത്തെ ശ്രമഫലത്തിന്റെ ഒടുവിൽ നമ്മുടെ രാജ്യത്തിനെ കൊണ്ടുവന്ന് എത്തിക്കാൻ NIA-യുടെ മുന്നിലിരുത്താൻ സാധിച്ച ഈ ഒരു ഘട്ടത്തിൽ എന്താണ് താങ്കൾക്ക് ആദ്യം പറയാനുള്ളത്? തികച്ചും സന്തോഷം, അഭിമാനകരം. കാരണം നമ്മുടെ രാജ്യം പ്രൂവ് ചെയ്തു. നമ്മുടെ രാജ്യത്തിനെതിരെ ആക്രമിക്കാൻ പോരാടി ആക്രമണത്തിന് തുനിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിൽ ആരെങ്കിലും ലോകത്തിൽ ഏത് കോണിലുണ്ടെങ്കിലും നിങ്ങളെ തിരിച്ചു കൊണ്ടുവരും, നിങ്ങൾക്ക് തക്കതായ ശിക്ഷ നൽകും എന്നതിൻ്റെ ഒരു പ്രൂവാണ് ഞങ്ങളെ ഇന്ന് നമ്മുടെ അമേരിക്കയിൽ നിന്ന് അദ്ദേഹത്തെ തഹാവൂർ റാണയെ ഇന്ത്യയിലേക്ക് NIA ടീം എത്തിച്ചത്. വളരെയേറെ അഭിമാനം തോന്നുന്നു ആ വാർത്ത കേട്ടപ്പോൾ തന്നെ. വളരെയേറെ സന്തോഷം. നമ്മുടെ സൈനികർക്ക് അതുപോലെ തന്നെ ഭാരതത്തിലെ ജനങ്ങൾക്ക് പൂർണ്ണമായും ഈ ഭീകരാക്രമണത്തിന് ഇരയായി പിടഞ്ഞു മരിച്ച ആളുകളുണ്ട്. അതിൽ നമ്മുടെ സൈന്യത്തിന്റെ ഭാഗമായവരുണ്ട്, അതുപോലെ തന്നെ സാധാരണക്കാരായ മനുഷ്യരുണ്ട്. അവരുടെയൊക്കെ ജീവന് ഉത്തരം പറയേണ്ട തഹാവൂർ റാണയെ കൃത്യമായി അജ്മൽ കസബിനെ ശിക്ഷിച്ചതുപോലെ തന്നെ ശിക്ഷിക്കണം എന്നതാണോ താങ്കളുടെ അഭിപ്രായം? തികച്ചും അതുതന്നെയാണ്. 2012 നവംബർ 21 നമ്മുടെ അജ്മൽ കസബിനെ ശിക്ഷിച്ച പോലെ തൂക്കിലേറ്റിയ പോലെ തന്നെ തഹാവൂർ റാണയും ആ ശിക്ഷ കൊടുക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ നമ്മുടെ മറ്റുള്ള ഏറ്റവും വലിയ വിഷമം വന്നത് അവിടെ കണ്ടത് ഒരു സാധാരണക്കാരായ ജനങ്ങൾ ഹോട്ടലിലൊക്കെ, താജ് ഹോട്ടൽ, നരിമാനോസ്, ട്രഡൻറ്റ് ഓബറോയ് ഹോട്ടലിലൊക്കെ. എനിക്ക് ട്രഡൻറ്റ് ഓബറോയ് ഹോട്ടലിലാണ് അപകടം സംഭവിച്ചത്. കാരണം തനിക്ക് അതിൽ ഒരു ക്ലോസ് ബാറ്റിലായിരുന്നു. ഉള്ളിൽ ടെററിസ്റ്റ് ഇരിക്കുന്ന 2 റൂമിൽ ഞാൻ ഉള്ളിൽ കയറിപ്പോയി ആ 2 ടെററിസ്റ്റുകളെ വധിക്കുവാനും അവരെറിഞ്ഞ ഒരു ഗ്രനേഡിൽ നിന്ന് താഴെ വന്ന് ബ്ലാസ്റ്റായാൽ ഞാൻ സ്പോട്ടിൽ മരിക്കുമെന്ന് തോന്നിയപ്പോൾ ഞാൻ തലയിൽ ലാൻഡ് ചെയ്തു. അപ്പോൾ അതെൻ്റെ തലേൻ്റെ മുകളിൽ തന്നെ ബ്ലാസ്റ്റായി. അങ്ങനെ അതിൻ്റെ 3 ചീളുകൾ എൻ്റെ തലയോട്ടിലേക്ക് ഇറങ്ങി. അതിൽ 2 ചീളുകൾ നീക്കം ചെയ്തു. ഇപ്പോൾ ഒന്നുണ്ട്. അങ്ങനെ കോമയിലായിരുന്നു കുറേ കാലം, പിന്നെ 2.5 വർഷക്കാലം ഹോസ്പിറ്റലായി. പക്ഷെ അതിനപ്പുറം നമ്മൾ സൈനികർ ചെയ്ത പ്രവൃത്തി ഓക്കെ. ഒരു സൈനികൻ ഒന്ന് മാത്രമേ ചിന്തിക്കൂ. രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ രാജ്യം എന്നിൽ വിലയേറിയ ഒരു ദൗത്യമാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. ആ ദൗത്യം എന്തെന്നാൽ രാജ്യസുരക്ഷയാണ്. ആ സുരക്ഷ കാക്കുവാൻ വേണ്ടി എൻ്റെ ജീവൻ കൊടുത്തിട്ടായാലും നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷ എൻ്റെ കയ്യിൽ ഭദ്രമായിരിക്കുമെന്ന ഇച്ഛാശക്തിയും മനോബലത്തോടും കൂടിയാണ് ഓരോ സൈനികനും പ്രവർത്തിക്കുന്നത്. അപ്പോൾ ആ സൈനികർ ചിലപ്പോൾ വീരമൃത്യു വരിക്കും, ചിലപ്പോൾ അപകടം സംഭവിക്കും, ചിലപ്പോൾ ഒന്നും സംഭവിക്കാതിരിക്കും. പക്ഷേ അതിലൊന്നും ഞങ്ങൾക്ക് പ്രശ്നമില്ല. ഞങ്ങളുടെ കർത്തവ്യമാണ്, നമ്മുടെ ഉത്തരവാദിത്തമാണത്. എനിക്കിപ്പോഴും അപകടം സംഭവിച്ചിട്ട് എൻ്റെ റൈറ്റ് സൈഡ് പാരലൈസാണ്. എൻ്റെ തലയുടെ ഇപ്പോഴും ഒരു സ്പ്ലിൻഡർ അവശേഷിക്കുമ്പോഴും എനിക്കിപ്പോഴും വേദനയൊന്നുമില്ല. എന്നെക്കൊണ്ട് ഇത്രയും ചെയ്യാൻ പറ്റിയല്ലോ എന്ന അഭിമാനമുള്ളൂ. പക്ഷെ അതിനപ്പുറം ആ കണ്ടത് സാധാരണക്കാരായ ജനങ്ങൾ. അതിൽ ഏറ്റവും പ്രായമാധിക്യമുള്ളവരുണ്ടായിരുന്നു, സ്ത്രീകളുണ്ടായിരുന്നു, കുട്ടികളുണ്ടായിരുന്നു. അവരൊക്കെ ആ ഹോട്ടൽ റൂമിലൊക്കെ അവരുടെ ഡെഡ് ബോഡി ശരീരം കാണുമ്പോൾ അവരുടെ ശരീരത്തിൽ നിന്ന് വാർന്നൊലിച്ച ബ്ലഡൊക്കെ ചളി പോലെ കെട്ടിക്കിടക്കുകയായിരുന്നു. അത് കാണുമ്പോഴുണ്ടായ വല്ലാത്തൊരവസ്ഥ. അപ്പോഴാണ് എങ്ങനെയായാലും ഇവരെ ഇല്ലാതാക്കണമെന്ന ഒരു മനക്കരുത്, എവിടെയൊന്നും ഇല്ലാത്തൊരു വിൽ പവർ ഞങ്ങൾക്ക് കിട്ടിയത്. അതുകൊണ്ട് തന്നെയാണ് അതിൻ്റെ റൂമിൻ്റെ ഉള്ളിൽ മരിക്കുമെന്ന് തോന്നിയിട്ടും ഉള്ളിലേക്ക് കയറിപ്പോയത്. ഈ പാവപ്പെട്ട അവരൊക്കെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് താങ്കൾക്ക് ഒരു സല്യൂട്ട് നൽകുക എന്നത് അത് ഓരോ ഇന്ത്യക്കാരനും ചെയ്യേണ്ടതാണ്. കാരണം 10 ഭീകരരാണ് ഈ ആക്രമണത്തിനായി എത്തിയത്. ഇവരുടെ പദ്ധതി അനുസരിച്ച് കടൽ വഴി വരുന്നു. NSG കമാൻഡോസ് അവിടേക്ക് വരുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് 26-ാം തീയതി ഈ ആക്രമണം നടക്കുന്നു. ചിലയിടങ്ങളിൽ, അതായത് 1-2 സ്ഥലങ്ങളിൽ മാത്രമാണ് ഈ ആക്രമണം എന്ന് കരുതിയിടത്താണ് പല പോയിന്റുകൾ ഒരേ സമയം ഇവർ അറ്റാക്ക് ചെയ്യുകയാണ് എന്നുള്ളത്. അന്ന് തത്സമയം നമ്മളത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആ ഒരു ഞെട്ടൽ നമുക്ക് മാധ്യമ സ്ഥാപനങ്ങളിലും ഉണ്ടായിരുന്നു. അന്നത്തെ ദിവസം നിങ്ങൾക്ക് കിട്ടിയ ഒരു അറിയിപ്പ് ഇത്രയും ഭീകരർ വന്നുവെന്നാണോ, അതോ വന്നതിന് ശേഷമാണോ 10 ഭീകരരാണെന്നും അവർ ഈ തുടർ ആക്രമണങ്ങൾ ചെറിയ ചെറിയ ഇടവേളകളിൽ നടത്താനാണ് പദ്ധതിയിട്ടതെന്ന് നിങ്ങൾ തിരിച്ചറിയുന്നത് എപ്പോഴാണ്?
ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ ഭീകരാക്രമണത്തിലൊന്നാണ്. ലോകത്തിൽ ഏറ്റവും വലുതെന്ന് പറയുന്നത് അമേരിക്കയിലെ വേൾഡ് ട്രേഡ് സെൻറ്ററിലും അതേപോലെ പെൻറ്റഗണിലും നടന്ന ആക്രമണമാണ്. അത് പക്ഷേ 3 ടാർഗറ്റ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. പക്ഷേ ഇവിടെ 8 വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ, അതും ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആൾക്കാർ തിങ്ങിപ്പാർക്കുന്ന മഹാനഗരങ്ങളിലൊന്നായ മുംബൈയിൽ 8 വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ തനിമാരവ്, താജ് ഹോട്ടൽ, ടഡൻ ഓബറൈ ഹോട്ടൽ, ലിയോപേർട്ട് കഫേ, ഗേറ്റ് ഓഫ് ഇന്ത്യ, ഛത്രപതി ശിവാജി ടെർമിനൽ, CST റെയിൽവേ സ്റ്റേഷൻ എന്നുപോലുള്ള ആ സ്ഥലങ്ങൾ, ഛത്രപതി ശിവാജി റെയിൽവേ സ്റ്റേഷനിലൊക്കെ ആയിരങ്ങളാണ് ഓരോ സമയങ്ങളും മണിക്കൂർ കൊണ്ട് കടന്നു പോകുന്നത്. അവരുടെ മുന്നിലൊക്കെ വരുമ്പോൾ ഈ ടെററിസ്റ്റുകൾ 4-5 സ്ഥലങ്ങളിലായിട്ട് സ്പ്ലിറ്റ് ചെയ്തുകൊണ്ട് ആയുധങ്ങളും ഏറ്റിട്ട്, ഇപ്പോൾ നമുക്കെല്ലാം അറിയാം, ഒരു ടെററിസ്റ്റിനെ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ പോലും കുറേ താടിയൊക്കെ വെച്ച് കുറേ മുടിയൊക്കെ വളർത്തി. ഇതൊന്നുമല്ല, ഇത് കുറേ ചെറുപ്പക്കാർ 25 വയസ്സ് താഴെയുള്ള കോളേജ് സ്റ്റുഡൻറ്റ് പോലുള്ള റുക്ഷക്ക് ബാഗിൽ ഓടുന്നവരാണോ അതോ തീവ്രവാദിയാണോ എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത ആ ഒരു സാഹചര്യമൊക്കെയാണ്. പ്രത്യേകിച്ചും അജ്മൽ കസബിനെയൊക്കെ പോകുന്നു, ഒരു ടീഷർട്ട് ഇട്ട ഒരു പയ്യൻ പോകുന്നു എന്നേ ഒറ്റ നോട്ടത്തിൽ തോന്നുകയുള്ളൂ. പക്ഷേ അവർ വളരെ വിദഗ്ധമായി വേഷപ്രച്ഛന്നരായി, അല്ലെങ്കിൽ ഇതുപോലെയുള്ള വലിയ പ്രായമില്ലാത്ത ആളുകളെ അല്ലെങ്കിൽ തിരിച്ചറിയാതിരിക്കാനായിട്ട് ആളുകളെ അങ്ങനെയൊക്കെ വളരെ ആസൂത്രിതമായിട്ടല്ലേ തഹാവൂർ റാണയും ടീമും ഈ ഓപ്പറേഷൻ ആസൂത്രണം ചെയ്തത്? തികച്ചും യാഥാർത്ഥ്യമാണ്. കാരണം എന്ന് വെച്ചാൽ ഈ ഓപ്പറേഷനിൽ ഈ തുടങ്ങുമ്പോൾ തന്നെ ആദ്യം 26/11 ഇത് തുടങ്ങിയപ്പോൾ തന്നെ ഞങ്ങൾക്ക് ഒരു ഐഡിയയും ഉണ്ടായില്ല. കാരണം കമാൻഡോസ് അവിടെ വന്നു. പക്ഷേ അതിന് ഞങ്ങൾ ക്ലിയറൻസ് തരേണ്ടത് ഹേമന്ത് കർക്കറെ സാർ പോലുള്ള ATC, ആൻറ്റി ടെററിസ്റ്റ് സ്ക്വാഡിൻ്റെ ലീഡറായിരുന്ന ഹേമന്ത് കർക്കറെ സാർ, തലാസ്കർ, അതേപോലെ അശോക് കാംറ്റെ എന്ന് പറയുന്ന 3 പോലീസ് ഓഫീസർമാർ അവിടെ അവരെ വിരമുത്തി വരിച്ചു. പക്ഷേ അവിടെ ഒരു ഐഡിയയും ഇല്ലാതെ അത് ആരാണ്, സിവിലൻ ആരാണ്, അല്ലെങ്കിൽ ഹോസ്റ്റേജ് ആരാണ്, ടെററിസ്റ്റ് ആരാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പോലും വിഷമമായിരുന്നു. പക്ഷേ എന്നിരുന്നാലും ഞങ്ങൾക്ക് അവിടെ കൃത്യമായ കാര്യങ്ങൾ മനസ്സിലായി. കാരണം താജ് ഹോട്ടൽ, അതേപോലെ തന്നെ നരിമാൻ ഹൗസ്, ടഡൻ ഓബറൈ ഹോട്ടലിലാണ് ഇവരുള്ളതെന്ന് മനസ്സിലായി. ഞങ്ങൾ ആ 3 സ്ഥലങ്ങളും സ്ക്വാഡൻ ചെയ്തുകൊണ്ട് അവിടെ ഓപ്പറേഷൻ ചെയ്തു. അവിടെ ഏറ്റവും വലിയ റെസ്ക്യൂ എന്നത് ഈ പാനിക്കായിട്ടുള്ള ആൾക്കാർ ചിതറി ഓടുകയായിരുന്നു. ചിലപ്പോൾ ഒരു ടെററിസ്റ്റ് ഒരു സ്പ്രേ ഫയർ പോലെ ഒരു വെപ്പൺ എടുത്ത് AK-47 എടുത്ത് അങ്ങോട്ട് ഫയർ ചെയ്ത് കഴിഞ്ഞാൽ അവരിൽ കുറേ പേർ മരണപ്പെടും. അവരെയൊക്കെ കൺട്രോൾ ചെയ്യുക, അവരെയൊക്കെ ആദ്യം തന്നെ സുരക്ഷിതമായ സ്ഥാനത്ത് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മൾ ഈ ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തത്. കാരണം ഏതെങ്കിലും തരത്തിൽ ചിലപ്പോൾ IED ഉണ്ടാവാം, വലിയ എക്സ്പ്ലോസീവ് ബ്ലാസ്റ്റ് ആവാം. അങ്ങനെ ബ്ലാസ്റ്റ് ചെയ്യപ്പെട്ടവർ അവിടെ ഇരിക്കുന്ന എല്ലാവരും മരണപ്പെടും. ആദ്യം തന്നെ ടെററിസ്റ്റുള്ള റൂം ഞങ്ങൾ സ്ക്വാഡൻ ചെയ്തുകൊണ്ട് ഞങ്ങൾക്ക് മനസ്സിലായി ടെററിസ്റ്റ് ഇവിടെയാണുള്ളതെന്ന്. അങ്ങനെ അവിടെ ടെററിസ്റ്റുള്ള റൂം സ്ക്വാഡൻ ചെയ്തുകൊണ്ട് ഞങ്ങൾ മറ്റുള്ളവരെ എല്ലാവരെയും സുരക്ഷിതമായ സ്ഥാനത്ത് എത്തിച്ചുകൊണ്ട്, അപ്പോൾ അഭിമാനത്തോടു കൂടി പറയാൻ വേണ്ടി സാധിക്കും, കമാൻഡോ എത്തിയതിന് ശേഷം ഞങ്ങളുടെ 2 കമാൻഡോ, അതേപോലെ നമ്മുടെ എന്നും പ്രിയപ്പെട്ട കേരളത്തിൻ്റെ അഭിമാനമായിട്ടുള്ള മേജർ സന്ദീപ് ഉണ്ണികൃഷ്ണൻ സാബ്, അതേപോലെ ഗജേന്ദ്രൻ സിംഗ്, അവരല്ലാതെ നമ്മൾ ഒരു സിവിലിനെ പോലും മരണത്തിന് കീഴടങ്ങാൻ വിട്ടിട്ടില്ല. കാരണം അവരുടെ സുരക്ഷിതമാണ് നമ്മുടെ ഉത്തരവാദിത്വം എന്ന് മനസ്സിലാക്കിയ അബോധത്തോടു കൂടിയാണ് എല്ലാവരും രക്ഷിച്ചത്. പക്ഷേ അപ്പോൾ ചില സന്ദർഭങ്ങളിൽ ചിലപ്പോൾ തോന്നും, ഞാനിപ്പോൾ ഇനിയും ചിന്തിച്ചിട്ടുണ്ട്, ഒരു 3 ദിവസം ഈ ഓപ്പറേഷൻ ചെയ്തിട്ടും ഒരു ലിറ്റർ വെള്ളം പോലും ഒരു 3 ദിവസത്തിൽ കുടിക്കാൻ വേണ്ടി പറ്റാതെ എനിക്ക് എങ്ങനെ സാധിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് എൻ്റെ മനസ്സിൽ ഇപ്പോഴും അലട്ടുന്നത്. എങ്ങനെ സാധിച്ചു എന്ന് ചോദിക്കുമ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ ഉത്തരം എന്ന് പറയുന്നത് അവിടെ കണ്ട ആ നിസ്സഹാവസ്ഥയാണ്. ആ അവസ്ഥയിൽ ഭക്ഷണമല്ല, വെള്ളമല്ല, എന്തിന് ഒരു ശ്വാസമുണ്ടെങ്കിൽ ആ ശ്വാസം ഇരിക്കുന്ന കാലത്തോളം അവരെ ഇല്ലാണ്ടാക്കും എന്ന ഉത്തരവാദിത്തമാണ് എന്നിൽ ആ ഒരു ധൈര്യം പകർന്നു നൽകി. തീർച്ചയായും അങ്ങയുടെ ഈ അനുഭവ കഥ അത് തഹാവൂർ റാണയെ ഇന്ത്യയിലെത്തിച്ച് തഹാവൂർ റാണയെ നമ്മുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ NIA ഇപ്പോൾ നിർത്തിയിരിക്കുന്ന ഘട്ടത്തിലാണ് അങ്ങയുമായി സംസാരിക്കുന്നത് എന്നത് തീർച്ചയായും ആവേശമുണ്ടാക്കുന്ന കാര്യമാണ്. അന്നത്തെ ആ ചീളുകൾ, അന്നത്തെ ആക്രമണത്തിൽ ഭീകരരുമായുണ്ടായ നേർക്കുനേർ ഏറ്റുമുട്ടലിൽ 2 ഭീകരരെ അങ്ങേക്ക് വധിക്കാൻ കഴിഞ്ഞു. ആ ആക്രമണത്തിന്റെ അവശേഷിക്കുന്ന ചീളുകൾ അത് നീക്കം ചെയ്യുന്നതോടൊപ്പം അന്ന് ഈ ആസൂത്രണം നടത്തിയ തഹാവൂർ റാണയെ അടക്കം വധശിക്ഷയ്ക്ക് വിധേയരാക്കാൻ നമ്മുടെ രാജ്യത്തിന് സാധിക്കട്ടെ. നമ്മുടെ നിയമം അനുസരിച്ച് ഇതുപോലൊരു ഭീകരാക്രമണം ഇനി ഒരു ഭീകര സംഘടനയും ഇവിടെ വന്ന് ആസൂത്രണം ചെയ്യാത്ത തക്കതായ മറുപടി ഇന്ത്യ കൊടുക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഈ സംഭാഷണം അവസാനിപ്പിക്കാം. വളരെ നന്ദി ഞങ്ങൾക്കൊപ്പം ചേർന്നതിന് ശ്രീ PV മനേഷ്. താങ്ക് യു വെരി മച്ച്.